നമസ്കാരം. പ്രധാന വാർത്തകൾ. തൃശൂരിൽ ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റിന് തീപിടിച്ചു. സീവീസ് ഫുഡ് ഇന്ത്യസ് എന്ന ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റിനാണ് തീപിടിച്ചത്. ഇരിങ്ങാലക്കുട പുതുക്കാട് നിന്നും അഗ്നിശമന സേനയെത്തി തീയണച്ചു. തൃശൂരിൽ നിന്നും അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഷാനവാസ് TS, സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ ജ്യോതികുമാർ KA എന്നിവരാണ് തീയണയ്ക്കുന്നതിന് നേതൃത്വം നൽകിയത്. ഓടിക്കൊണ്ടിരിക്കെ പാചകവാതക ടാങ്കറിൽ ചോർച്ച, ഗതാഗതം നിർത്തിവെച്ചു. കാഞ്ഞങ്ങാട് ചിത്താരിയിൽ പാചകവാതക ടാങ്കറിൽ നേരിയ ചോർച്ച. രാവിലെ 7:30 ഓടിക്കൊണ്ടിരിക്കുന്നതിന് ഇടയിലാണ് ഡ്രൈവർ ചോർച്ച ശ്രദ്ധിച്ചത്. ഇതോടെ വാഹനം റോഡരികിലേക്ക് മാറ്റി പാർക്ക് ചെയ്തു. ടാങ്കറിന്റെ സൈഡ് വാൽവിലാണ് ചോർച്ചയുണ്ടായത്. കാഞ്ഞങ്ങാട്, കാസർഗോഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി ചോർച്ച താൽക്കാലികമായി അടച്ചു. സംസ്ഥാന പാതയിൽ ഈ പ്രദേശത്ത് കൂടിയുള്ള ഗതാഗതം നിർത്തിവെച്ചിരിക്കുകയാണ്. പാചകവാതക വിതരണ കമ്പനിയിൽ നിന്ന് ടെക്നീഷ്യൻ എത്തിയതിനു ശേഷം തുടർ നടപടിയെടുക്കും. ജനൻ TV വാർത്താ സംഘത്തിന് നേരെ CPM പ്രവർത്തകരുടെ ആക്രമണം. വഞ്ചിയൂരിൽ ജനൻ TV വാർത്താ സംഘത്തിന് നേരെ ആക്രമണം. വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടെയാണ് ആക്രമണം നടന്നത്. CPM പ്രവർത്തകരാണ് അതിക്രമം നടത്തിയത്. സ്ഥലത്തെത്തിയ CPM പ്രവർത്തകർ വാർത്താ സംഘത്തെ കയ്യേറ്റം ചെയ്യാനും ക്യാമറ പിടിച്ചു വാങ്ങാനും ശ്രമിച്ചു. അതിക്രമം കാട്ടിയത് മുൻ വാർഡ് കൗൺസിലർ ബാബുവിന്റെ നേതൃത്വത്തിലുള്ളവരാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. റിപ്പോർട്ടർ ശാലിനിയെ CPM സംഘം അധിക്ഷേപിച്ചതായും പരാതിയുണ്ട്. വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടെയാണ് മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണം നടന്നത്. തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് പ്രശ്നം ജനൻ TV വാർത്തയാക്കിയിരുന്നു. ഇതാണ് CPMനെ പ്രകോപിപ്പിച്ചത്. ക്യാമറാമാൻ വിവേക്, അസിസ്റ്റന്റ് അരുൾ എന്നിവർക്ക് നേരെയും കയ്യേറ്റം നടന്നു. നരേന്ദ്രമോദിക്ക് വധഭീഷണി, അന്വേഷണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വധഭീഷണി. ചെന്നൈ NIA ഓഫീസിലാണ് നരേന്ദ്രമോദിക്ക് വധഭീഷണി ഫോൺ സന്ദേശം എത്തിയത്. ഹിന്ദിയിലാണ് അജ്ഞാത ഫോൺ സന്ദേശം ലഭിച്ചത്. സംഭവത്തിൽ സൈബർ ക്രൈം പോലീസ് അന്വേഷണം ആരംഭിച്ചു. മധ്യപ്രദേശിൽ നിന്നാണ് ഫോൺ സന്ദേശം എത്തിയതെന്ന് അന്വേഷണ സംഘം വെളിപ്പെടുത്തി. ബംഗാൾ ഉൾക്കടലിൽ ഈ വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ്. വരുന്നത് പെരുമഴ. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ കനത്ത മഴ തുടരുന്നതിനിടെ ഈ വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പും പുറപ്പെടുവിച്ച് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. റിമാൽ എന്ന ചുഴലിക്കാറ്റാണ് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ടിരിക്കുന്നത്. പശ്ചിമ ബംഗാൾ, ബംഗ്ലാദേശ് തീരത്ത് തീവ്ര ചുഴലിക്കാറ്റായി ഞായറാഴ്ചയോടെ കരയിൽ പ്രവേശിക്കാനാണ് സാധ്യത. ചുഴലിക്കാറ്റിന് പുറമെ തെക്കൻ കേരളത്തിന് മുകളിലായി ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഫലമായി അടുത്ത 5 ദിവസം കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇന്ന് 2 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട്. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കെമിക്കൽ ഫാക്ടറിയിൽ സ്ഫോടനം, 4 മരണം, 25 പേർക്ക് പരിക്ക്. താനെയിലെ ഡോംബിവാലിയിലെ ഫാക്ടറിയിലാണ് സ്ഫോടനം നടന്നത്. ഫാക്ടറിയിലെ ബോയിലർ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരുന്നു അപകടം. ഫാക്ടറിക്കുള്ളിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായും റിപ്പോർട്ടുണ്ട്. ഫാക്ടറിയിൽ നിന്ന് 3 സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. സംഭവം ദയനീയമെന്ന് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞു. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും സാധ്യമായ ചികിത്സകൾ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. തീ അണയ്ക്കുന്നതിനായി 4 മണിക്കൂറിലേറെ സമയമെടുക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. കാർ ഷോറൂം അടക്കം സമീപത്തെ മറ്റ് 2 കെട്ടിടങ്ങളിലേക്കും തീ പടർന്നിട്ടുണ്ട്. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ സമീപത്തെ വീടുകളുടെ ജനലുകൾ തകർന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയ പരിശീലകനായി മിക്കേൽ സ്റ്റാറെ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകനായി സ്വീഡിഷ് പരിശീലകൻ മിക്കേൽ സ്റ്റാറ ചുമതലയേൽക്കും. ക്ലബ്ബ് അധികൃതർ വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം അറിയിച്ചത്. 2026 വരെയാണ് സ്റ്റാറയുമായി ബ്ലാസ്റ്റേഴ്സ് കരാർ ഒപ്പുവെച്ചിരിക്കുന്നത്. 17 വർഷത്തോളം പരിശീലക അനുഭവ സമ്പത്തുള്ള സ്റ്റാറെ വിവിധ പ്രമുഖ ഫുട്ബോൾ ലീഗുകളിൽ പരിശീലകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. അമ്പലപ്പുഴയിൽ കടലാക്രമണം രൂക്ഷം, തെങ്ങുകളും ഫലവൃക്ഷങ്ങളും കടപുഴകി. കടലാക്രമണം ശക്തമായ പുന്നപ്ര ബിയാനിൽ നിരവധി തെങ്ങുകളും ഫലവൃക്ഷങ്ങളും കടപുഴകി. തീരത്തുള്ള പല വീടുകളിലും വെള്ളം കയറി. പുന്നപ്ര ചള്ളി തീരത്തിന് വടക്കോട്ട് 1/2 കിലോമീറ്ററോളമുള്ള ബിയാനി കടപ്പുറം വരെ കടൽ ഭിത്തിയില്ല. ഈ ഭാഗത്താണ് ഉച്ചയോടെ കടലാക്രമണം ശക്തമായത്. പുറംകടലിൽ നിന്ന് ഉയർന്നു പൊങ്ങിയ കൂറ്റൻ തിരമാലകൾ ശക്തിയാർജിച്ച് കരയിലേക്ക് വന്നതാണ് നാശനഷ്ടങ്ങൾക്ക് കാരണമായത്. തീരത്തിന് മീറ്ററുകളോളം മാറ്റിവെച്ചിരുന്ന ചില പൊന്തുവള്ളങ്ങളും കടലെടുത്തു. വാടക്കൽ, അറപ്പപ്പൊഴി ഭാഗത്തും കടൽ ശക്തമാണ്. കൂറ്റൻ തിരമാലകൾ പൊഴിയിലേക്ക് ഇടിച്ചു കയറുകയാണ്. പൊഴി നിറഞ്ഞു കവിഞ്ഞാൽ സമീപത്തെ നിരവധി വീടുകൾ വെള്ളത്തിലാകും. ബിഗ് ബോസ് അവതാരക സ്ഥാനത്തു നിന്നും സൂപ്പർ താരം പിന്മാറി. ബിഗ് ബോസ് ഷോയുടെ OTT പതിപ്പിന്റെ 3ാം സീസൺ ഉടൻ സ്ട്രീമിംഗ് ആരംഭിക്കാൻ പോവുകയാണ്.
എന്നാൽ അതിനിടെ ഷോയുടെ അവതാരകനായി ബോളിവുഡ് സൂപ്പർ താരം സൽമാൻ ഖാൻ ഇത്തവണ ഉണ്ടാകില്ല എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. സിക്കന്ദർ സിനിമയുടെ ഷൂട്ടിംഗ് കാരണം ബിഗ് ബോസ് OTTയുടെ 3ാം സീസണ് സൽമാൻ അവതാരകനല്ലെന്നാണ് ഷോയുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. പകരം നടൻ അനിൽ കപൂർ ഇത്തവണത്തെ ബിഗ് ബോസ് OTT സീസണിൽ അവതാരകനായി എത്തും. അതേസമയം അവതാരകന്റെ മാറ്റം ബിഗ് ബോസ് OTT സീസൺ 3യുടെ പുതിയ പ്രൊമോയിൽ വ്യക്തമാണ്. ബുധനാഴ്ച ജിയോ സിനിമ IPLനിടയിൽ 1 മിനിറ്റ് ദൈർഘ്യമുള്ള പ്രൊമോയിൽ സൽമാൻ ഖാൻ ഇല്ലായിരുന്നു. അതേസമയം അനിൽ കപൂറിന്റെ സാന്നിധ്യം വ്യക്തമാക്കുന്ന ചില വാക്കുകൾ അതിലുണ്ടായിരുന്നു. ഭരണത്തെ ചൊല്ലി തർക്കം. പാളയം CSI ചർച്ചിൽ വിശ്വാസികൾ ചേരിതിരിഞ്ഞ് പ്രതിഷേധിച്ചു. CSI സൗത്ത് കേരള ഇടവകയുടെ ഭരണത്തെ ചൊല്ലിയാണ് തർക്കം. നിലവിൽ ബിഷപ്പിന്റെ ചുമതല നിർവഹിക്കുന്ന ഫാദർ മനോജ് റോയ്സ് വിക്ടറിനെ ഒരു വിഭാഗം ഇറക്കിവിട്ടു. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി TT പ്രവീൺ പക്ഷമാണ് ബിഷപ്പിനെ ഇറക്കിവിട്ടത്. ബിഷപ്പിനെ ഇറക്കിവിട്ടതിനെതിരെ ഒരു വിഭാഗം പ്രതിഷേധിച്ചതോടെയാണ് സംഘർഷമുണ്ടായത്. പോലീസ് സംഘം സ്ഥലത്തെത്തി. പഴയ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ പിരിച്ചുവിട്ട് പുതിയ ബിഷപ്പിന് ചുമതല നൽകിയിരുന്നു. ഇതിനെതിരെ പഴയ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി സുപ്രീം കോടതിയിൽ പോയി അനുകൂല വിധി വാങ്ങി. ഈ വിധിയുമായി എത്തി ഇന്ന് ഓഫീസിനകത്തേക്ക് കയറാൻ ശ്രമിച്ചപ്പോഴാണ് പ്രതിഷേധം നടന്നത്.